എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന മൂണ്ടാൽ പക്കോടയാണ് കേട്ടോ. അതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ആണ്, ഞാൻ സവാള എടുത്തിട്ടുണ്ട്, പച്ചമുളക്, മല്ലിയില, കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ നമ്മുടെ മൂണ്ടാലില്ല പച്ചപ്പയർ, അത് ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരിക്കുകയാണ്. അതിന് കുറച്ച് നമുക്ക് മാറ്റി വയ്ക്കാം, ബാക്കി നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. കുറച്ച് ഒരു പിടിയെടുത്ത് നമുക്ക് മാറ്റി വെച്ചതിന് ശേഷം ബാക്കി ഫുള്ള് അരച്ചെടുക്കാം. അതിനുശേഷം ഞാൻ കാണിച്ച ഇൻഗ്രീഡിയൻസ് ആയ പച്ചമുളക്, മല്ലിയില, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കണം. അതിനകത്തോട്ട് ഞാൻ കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മല്ലി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ ഞാൻ നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഡാൽ അരച്ച് വെച്ചില്ലേ, അതിനകത്തോട്ട് നമുക്ക് മിക്സ് ആക്കാം. ഇത് നമ്മുടെ പച്ചപ്പയറില്ലേ, പച്ചപ്പയർ തൊലി കളഞ്ഞതാണ് കേട്ടോ. തൊലി ഇല്ലാത്ത പച്ചപ്പയറാണിത്. അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മാറ്റി വെച്ചില്ലായിരുന്നു ഒരു പിടി ഡാല്, അതും കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് ഇളക്കിയെടുക്കാം. പിന്നെ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവാള, മല്ലിയില, പച്ചമുളക് ഇതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ എരിവിനനുസരിച്ച് വേണം പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇടാം. അതുപോലെ തന്നെ കുറച്ച് അരിപ്പൊടിയും കൂടി ഇടാം കേട്ടോ. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ മിക്സ് ആക്കാം. നമ്മുടെ പച്ച പയറാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ, അത് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് ഇതുപോലെ അരച്ചെടുത്താൽ മതി. ഇവിടെ കൂടുതലായിട്ടും ഇതാണ് കിട്ടുന്നത്, തൊലിയില്ലാത്ത പയറാണ് കേട്ടോ. വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്താൽ മതി. നല്ല ഹെൽത്തിയാണ്, കുട്ടികളൊക്കെ തിന്നുന്ന ഒത്തിരി നല്ലതാണ് കേട്ടോ. പക്ഷേ നമുക്കിത് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാനൊരു ചട്ടിക്കകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇച്ചിരി ഇട്ട് നോക്കി കേട്ടോ, എണ്ണ ചൂടായോ എന്നറിയാൻ. എന്നിട്ട് കുറച്ച് ഇതുപോലെ ഇട്ട് കൊടുക്കാം. നമുക്ക് സിമ്പിളാണ്, എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം വീട്ടിൽ. ഇവിടെ ഷോപ്പുകളിലൊക്കെ തട്ടുകട പോലുള്ള ചെറിയ ചെറിയ ഷോപ്പുകളുണ്ട്, അവിടെയൊക്കെ ഇത് അവൈലബിൾ ആണ് കേട്ടോ. ചിലർ ഇതിൻ്റെ കൂടെ സോസ് കഴിക്കും, പിന്നെ ചട്നി കഴിക്കും, എല്ലാം ഇതിൻ്റെ കൂടെ ആൾക്കാർ കഴിക്കും കേട്ടോ. നോർത്ത് സൈഡിലൊക്കെ ഒരുപാട് ഫേമസ് ആണിത്. നിങ്ങളെല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങളുടെ കമൻ്റായിട്ട് പറയണേ. കുറേശ്ശെ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, കഴിക്കാൻ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. ചെറിയൊരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിത് കോരി പാത്രത്തിലോട്ട് മാറ്റാമേ. അധികം എണ്ണയൊന്നും കുടിക്കില്ല കേട്ടോ. ഇതുപോലെ നമുക്ക് മാറ്റിയെടുക്കാം കുറേശ്ശെ. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കണം. ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. ഞാനിതുപോലെ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.